നമ്മുടെ ഈ വീരനാട്യത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് ഈ ഭൈരവന്റെ കോസ്റ്റ്യൂം ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്? അയർലൻഡിലെ നാട്ടിലത്തെ പോലെ ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഒന്നും വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് അവസാനം ഇത് ഞാൻ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ മെറ്റീരിയൽസ് മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് ഇതുപോലത്തെ ഷീറ്റുകളും ഫോം ബോർഡുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ ഇതിനകത്ത് സീക്വൻസ് ഒക്കെ ഒട്ടിക്കുമായിരുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് ഈ കുഞ്ഞ് കാണുന്ന മുട്ടുപിന്നെ പോലത്തെ ഗോൾഡ് സാധനങ്ങൾ പിടിപ്പിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഭയങ്കര വലിയ ടാസ്ക്. അതുപോലെ ബാക്കിൽ ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡാണ് യൂസ് ചെയ്തത്. അത് നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റെഡ് പെയിന്റ് അടിച്ചിട്ട് എടുത്തു. ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റ് ഒക്കെ നമ്മൾ മെഷർ ചെയ്ത് ഫിക്സ് ചെയ്തു. ക്രേപ്പ് പേപ്പർ കൊണ്ടാണ് കുരുത്തോല ഡിസൈൻ ചെയ്തത്. അത് അറ്റാച്ച് ചെയ്ത് ഇതുപോലത്തെ ഒരു സ്റ്റേപ്ലർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഗോൾഡ് സിൽവർ കളറിലുള്ള ഇങ്ങനത്തെ ഷീറ്റ്സ് ഡിഫറെന്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് പിന്നെ ഡെക്കറേറ്റ് ചെയ്തത്. ഭൈരവിന് വേണ്ടിയിട്ട് നമ്മളൊരു തെയ്യത്തിന്റെ ഒക്കെ റെഫറൻസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എക്സാക്ട് തെയ്യൊന്നുമല്ല, എന്നാലും തെയ്യത്തിന്റെ റെഫറൻസിൽ ഞങ്ങളുടെ ഒരു ഭൈരവനെ ഞങ്ങൾ മേക്ക് ഓവർ ആക്കി എടുത്തു. ഇതിന്റെ ക്രൗൺ പാർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ സിൽവർ ആൻഡ് ഗോൾഡ് സീക്വൻസുകളുടെ ഷീറ്റ്സ് ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചത് റേഞ്ചിൽ നിന്നും മിസ്റ്റർ പ്രൈസിൽ നിന്നൊക്കെ ആയിരുന്നു. കയ്യിലിങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള തൊങ്ങലുകളൊക്കെ ഉണ്ടാക്കിയത് ഇതുപോലത്തെ വുള്ളൻ നൂല് വെച്ചിട്ടായിരുന്നു. ഇതൊന്നും ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മുടെ ഫുൾ ടീമിൽ ഒത്തിരി പേരുടെ ഹെൽപ്പ് കൊണ്ട് സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. ഏകദേശം ഒരാഴ്ച എടുത്തത് കംപ്ലീറ്റ് ആക്കാൻ. ഇതിന്റെ ഇടയിൽ കൂടെ പ്രാക്ടീസും തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കോസ്റ്റ്യൂമും ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് നേരിട്ട് ഷിപ്പാക്കി അയക്കുമായിരുന്നു. ആ വീഡിയോ അയച്ചപ്പോൾ ഒത്തിരി പേര് അത് കള്ളത്തരാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോട്ടോ ഇവിടെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തത്. തലേ ദിവസം ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരുങ്ങുന്ന ഒരു വീഡിയോ ആണ്. പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരുങ്ങുന്ന ഫോട്ടോസൊക്കെ എടുത്തു വെക്കാൻ ഞങ്ങൾക്ക് മറന്നുപോയി. ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന കാര്യം അപ്പോൾ ഓർത്തില്ലായിരുന്നു. ഇനിയാണ് എല്ലാവരും ചോദിച്ച നമ്മുടെ ഭൈരവന്റെ ഒരുക്കത്തിന്റെ വീഡിയോ. ഇതാണ് നമ്മുടെ ഭൈരവനായിട്ട് ചെയ്തത് നമ്മുടെ അപ്പു. ഞങ്ങളുടെ സുഹൃത്തുക്കളായ രാജേശ്വരന്റെയും ദീപയുടെയും മൂത്ത മോനാണ് അപ്പു. അവന് വെറും 14 വയസ്സേ പ്രായമുള്ളൂ കേട്ടോ. അപ്പുവിനെ മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് ജാക്സൺ ആണ്. ജാക്സനെ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ജാക്സൺ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു നല്ല കലാകാരനാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി നല്ല പടങ്ങളൊക്കെ വരച്ച് അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം വിനീത് ശ്രീനിവാസ് വന്നപ്പോൾ ഫോട്ടോ കൊടുത്തില്ലേ, ആ പുള്ളി തന്നെയാണ് കേട്ടോ ഇത്. ഇതാണ് ഭൈരവന്റെ ഫൈനൽ ഔട്ട്പുട്ട് വന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഞങ്ങളുടെ വീരനാട്യത്തിന്റെ ലാസ്റ്റ് പോർഷനിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭൈരവൻ ഇങ്ങനെ കയറി വന്നപ്പോൾ ഭയങ്കര സ്പിരിച്വൽ ഒരു ഫീലിംഗ് ആയിരുന്നു എന്ന് കണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. വീഡിയോ കണ്ട് ഒത്തിരി പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനിയും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. താങ്ക് യു വെരി മച്ച്.